ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പേരേനെ കുറിച്ചുള്ള ഗുണങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ്. നമുക്ക് മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന പല പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ. നമ്മുടെ മുറ്റത്തുള്ളത് കൊണ്ട് നമ്മളത് നിസ്സാരമായി കാണുകയും അതുപോലെ വില കൂടിയ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യണമല്ലേ. പക്ഷേ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു മരുന്ന് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം കേട്ടോ. പാരമ്പര്യ ചികിത്സയുടെ ഭാഗമായി പേരയില നമുക്ക് പല രാജ്യങ്ങളും ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ നമ്മളത് വെറും നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെയാണ് കുറേ ഗവേഷണങ്ങൾ നടത്തിയതിന് ശേഷം നമ്മുടെ പേരയിലയിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, സൾഫറസ്, അതുപോലെ തന്നെ സോഡിയം, ഇരുമ്പ്, മാഗ്നീഷ്യം, വിറ്റാമിൻ സി, ബി തുടങ്ങിയ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഈ പേരയിലയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഉണക്കിയിട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കാം. ഒരുപാട് നാൾക്ക് നമുക്ക് എടുത്ത് വെക്കണം വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം മുഖത്തേക്കും തലയിലേക്കും മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പേരയിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കണം വെച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ്. പേരയില പ്രകൃതിദത്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അത് എല്ലിൻ്റെ ആരോഗ്യത്തിന് മെച്ചമാണ്. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലാണ്. പേരയില പല്ലുവേദന, മോണയിലെ വീക്കം, അതുപോലെ നമുക്ക് ഉള്ളിൽ വരുന്ന അൾസർ പോലുള്ള അസുഖങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് കൂട്ടാനും ഒക്കെ തന്നെ ഈ വെള്ളം നല്ല ഒരു യൂസ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ പേരയിലയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരെയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഫേസ് പാക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പേരയിലിൻ്റെ ഗുണങ്ങളൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇനി ഒരു എക്സ്ട്രാ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരും. അത്രത്തോളം ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തൊടിയിൽ പോയിട്ട് പേരയിലൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഈ പേരയിൽ അത്യാവശ്യം വേണം കേട്ടോ ക്വാണ്ടിറ്റി. എന്നാൽ മാത്രമേ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി പൊടിച്ചെടുക്കുകയാണ് വെച്ചാൽ അത് നമുക്കത് കുറച്ച് ദിവസം അത് അങ്ങനെ ഉപയോഗിക്കാനൊക്കെ നല്ല യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അരഞ്ഞ് കിട്ടാൻ കുറച്ചൊന്നും പണിയുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ച് അതൊന്ന് അരച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പേരയില സ്കിന്നിന് തരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കറുത്ത പാടുകളൊക്കെ മാറ്റാൻ, അതുപോലെ തന്നെ മുഖക്കുരു, പിന്നെ വരൾച്ച ഉണ്ടാവുന്നതൊക്കെ അകറ്റാനും, പിന്നെ മുഖം നന്നായി തിളങ്ങാനും മിനുസമുള്ളതാക്കാനും ഒക്കെ നമുക്ക് ഈ പേരയിലയുടെ ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം മുഖത്തിന് പല കാരണത്താൽ നമുക്ക് നിറം മങ്ങിയിരിക്കാം അല്ലേ. എന്നാലും മുഖത്തിൻ്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ നമുക്ക് മുഖത്തിന് ഏറ്റവും നല്ല ഒരു നിറം നൽകാനും തന്നെ നമുക്ക് ഈ പേരയില മാത്രം മതി കേട്ടോ. അപ്പം മുഖത്തെ കറുത്ത പാടുകൾക്ക് മുതൽ കരിവാളിപ്പ് വരെ നീക്കം ചെയ്യാനും പേരയില കൂമ്പ് സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ പേരയില എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അധികം മൂക്കാത്തത് നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള അധികം മൂപ്പാത്ത പേരയ്ക്ക എടുത്തതിന് ശേഷം നമുക്ക് മുഖത്ത് പുരട്ടാൻ നിരവധി ഗുണങ്ങളാണ് കേട്ടോ നമുക്ക് മുഖത്ത് കിട്ടുന്നത്. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനാൽ തന്നെ മൂക്കുരു, കരിവാളിപ്പൊക്കെ മാറാൻ നമുക്ക് ഒരുപാട് സഹായകമാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ കടുത്ത വേനൽക്കാലത്ത് നമുക്ക് ടാനിൻ്റെ പ്രശ്നം എല്ലാവർക്കും വരുന്നൊരു സാധാരണ പ്രശ്നമാണല്ലേ. പക്ഷെ അതിന് നമ്മൾ സൺസ്ക്രീനുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിലേറ്റ് ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം വരുന്നതൊക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. പിന്നീട് എണ്ണമയമുള്ള ചർമ്മത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ കൂടെ നമ്മൾ നാരങ്ങ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കതിൽ എണ്ണമയമുള്ള ചർമ്മത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് നല്ലൊരു സൊല്യൂഷനും കൂടി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവരെയാണ് വെച്ചാലും ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതിയാവും കേട്ടോ. പക്ഷേ നമുക്ക് അതിനാണ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ ഓപ്പൺ ആവുന്ന ടൈമിൽ നമ്മളത് ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു യൂസ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകാനൊക്കെ നല്ല യൂസാണ്. അതേപോലെ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു ഐസ് ഇട്ടിട്ട് നമ്മളൊന്ന് മുഖമൊന്ന് കഴുകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റീം ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഐസ് ഇട്ടിട്ട് നമ്മുടെ സ്കിന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്കത് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ ഓരോരുത്തർക്ക് ഓരോ സ്കിന്നിന് വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പം നമ്മളിതിൽ വരണ്ട ചർമ്മത്തിലുള്ളവരാണ് വെച്ചാൽ നമുക്കിതിൽ തേനും ഒലീവ് ഓയിലൊക്കെയാണ് നമ്മളിതിൽ ചേർക്കേണ്ടത്. അതേപോലെ തന്നെ നാരങ്ങ നീരും ഇതിൽ ചേർക്കാവുന്ന ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മൂക്കരുമാണ് പ്രശ്നം വെച്ചാൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ കൂടെ 2 സ്പൂണ് അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഗുണങ്ങൾ നമുക്കതിൻ്റെ ഫേസിൽ കിട്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് ചെയ്യുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു 20 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്ത് നല്ലോണം ആവി പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിന്ന് എല്ലാം ഒന്ന് ഓപ്പൺ ആയതിന് ശേഷമാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ആഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമുക്കിതൊരു നന്നായിട്ട് ഒന്ന് ഉണങ്ങണ വരെ വെച്ചതിന് ശേഷം ചെറിയൊരു മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നാൽ ഓരോ സ്കിന്നുകാർക്കും ഓരോ പ്രത്യേകതയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മുഖത്തേക്ക് മാത്രമല്ല, അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി വയ്ക്കുകയാണ് വെച്ചാൽ നമുക്ക് തലയിലും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് മുടി കൊഴിച്ചിലാണെങ്കിലും മുടി റീഗ്രോത്ത് വരാനാണെങ്കിലും അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ആൻറ്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ ഫംഗസ് പോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കിത് തേക്കണതുകൊണ്ട് നമുക്ക് നല്ലൊരു യൂസാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും തലയിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഒരു നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ കണ്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് കയ്യിലൊക്കെ വരുന്ന കറുത്ത പാടുകൾ, കഴുത്തിൽ വരുന്ന കറുത്ത പാടുകളെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യുക. എവിടെ മോക്കുരുള്ളവിടെ മാത്രമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൊയ്യാക്കയുടെ ഇലയും കൂടി ചേർത്തിട്ട് നമ്മളതൊന്ന് അവിടെ ഓരോ ഡോട്ട് പോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അത് നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒന്ന് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ വ്യത്യാസം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതേപോലെ ഒരുപാട് നമുക്ക് സൊല്യൂഷൻ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പേരലേൻ്റെ ഈ പാക്കുണ്ട്. അതേപോലെ തന്നെ ഈ ഫേസ് പാക്കിൽ തേൻ ആഡ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് പുരട്ടുകയാണ് വെച്ചാൽ ഇത് മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ നീക്കം ചെയ്യാൻ അതുപോലെ ചർമ്മത്തിന് മുറുക്കം നൽകാനും ഏറെ ഗുണകരമാണ് കേട്ടോ. അതുപോലെ തന്നെ വരണ്ട മുഖത്തിലുള്ള നല്ലൊരു ഫേസ് പാക്ക് കൂടിയാണിത്. പിന്നെ ചർമ്മത്തിലെ അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ പേരയിൽ ഏറെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റുള്ള ഗുണങ്ങളൊന്നാണിത്. അതുപോലെ പേരയിൽ മുഖത്ത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ നീക്കം ചെയ്യാനും മുഖത്ത് ചെറുപ്പം നിലനിർത്താനും എല്ലാം ഈ ഫേസ് പാക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടീനേജ് കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് മൂക്കുരു കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ അവർക്ക് ചെയ്യാനാണെന്ന് വെച്ചാൽ നമുക്ക് പേരയിലയും അതേപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും തുളസിയും 3 കൂടി ചേർത്ത് അരച്ച് ഫേസ് പാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നമുക്ക് അവർക്ക് കുരു വരാതിരിക്കാനും അതേപോലെ തന്നെ ഒരുപാട് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഫേസിൽ കിട്ടുന്ന, അതുപോലെ കുരു അധികം സ്പ്രെഡ് ആവാണ്ടിരിക്കാനും കറുത്ത പാടുകൾ മാറാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്കിന്ന് എന്താണ് ഏതാണെന്നെല്ലാം അറിഞ്ഞതിന് ശേഷം കൃത്യമായി തന്നെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും, എന്തായാലും ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കാം. ഇത് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു മാസം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അതേപോലെ സെൻസിറ്റീവ് സ്കിന്നാണ് ഉള്ളവർക്കാണ് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് കയ്യിലോ കഴുത്തിലോ ഒന്ന് തേച്ച് നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. നമ്മളിതിൽ കെമിക്കലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് അത്രയ്ക്കും സേഫ് ആയിരിക്കും. എന്നാലും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.